അവൻ ഇവിടെ ആരെ കാണാൻ വന്നതായിരിക്കും? ഒന്ന് പോയി നോക്കിയിട്ട് തന്നെ കാര്യം. നമുക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും കിട്ടുമോ നോക്കാം. നിങ്ങൾ ഇനി ഹൈക്കോടതിയിലല്ല സുപ്രീം കോടതി പോയാലും ഇതേ പറയൂ, നിങ്ങൾക്കെതിരാ കാര്യങ്ങള്. ശരി വക്കീൽ സാറേ, എന്നാ ഞാൻ പിന്നെ വരാം. ശരി സാറേ. ലോയറിന്റെ അടുത്തേക്ക് വന്നത് എന്തിനാ? ഹലോ സർ. ഇരുന്നോളൂ. കാര്യം എന്താണെന്ന് അറിയാതെ കുറെ നേരമായിട്ട് ഇവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുവാ. പറഞ്ഞോളൂ. ഐ എം ശ്രീകർ, വേദവതി അമ്മയുടെ രണ്ടാമത്തെ മോന്. ഓ, നൈസ് മീറ്റ് യു. പറഞ്ഞോളൂ ശ്രീകർ. എന്റെ അച്ഛൻ പ്രസാദ് റാവുവിന്റെ അനിയത്തി സുഭദ്ര ചേച്ചിയുടെ ആസ്തിയുമായിട്ട് ബന്ധപ്പെട്ട കേസിനെ പറ്റി സംസാരിക്കാൻ വന്നത്. ആ കാര്യത്തെക്കുറിച്ച് ശ്രീകർ ലോയറിനോട് എന്താ സംസാരിക്കാനാ? അച്ഛനും അമ്മയും സുജാതയെ പോയി കണ്ടപ്പോ സുജാത അവൾക്കൊരു പ്രോപ്പർട്ടിയും വേണ്ടെന്നല്ലേ പറഞ്ഞത്? ആ കേസ് എവിടെ വരെ ആയി സർ? ആ കാര്യം സംസാരിക്കാൻ നിങ്ങൾ ഇങ്ങോട്ട് വന്നെങ്കിൽ അതെവിടെ എത്തിക്കാണുമെന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. നിങ്ങളുടെ പാരന്റ്സിനോട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. മൂത്ത അനന്തരവള് സുജാത ഇപ്പോ അവൈലബിൾ ആണ്, പക്ഷെ രണ്ടാമത്തവൾ അവൈലബിൾ അല്ല എന്നും പറഞ്ഞു. ഞാനാണെങ്കിൽ 2-3 തവണ ഫോളോ അപ്പ് ചെയ്ത് ലേറ്റ് ആയാൽ ലോസ് ആകുമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഇതുവരെ പക്ഷെ യാതൊരു റെസ്പോൺസും ഉണ്ടായില്ല. രണ്ടാമത്തെ മരുമകൾ ഉറപ്പായിട്ടും വേണമെന്നുണ്ടോ സർ? എന്താ സാർ ഇങ്ങനെ ചോദിക്കുന്നത്? മക്കള് രണ്ടുപേരും ഉള്ളപ്പോ അവരിവിടെ വന്നല്ലേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ രണ്ടാൾക്കിടയിലും പ്രശ്നം ഉണ്ടാവും. ചേച്ചിയുടെ അനിയത്തി ഇപ്പൊ സെറ്റിൽഡ് ആണ്. അവളുടെ സ്വത്തും കൂടെ ചേച്ചിയോട് എടുക്കാനാ പറഞ്ഞത്. അങ്ങനെയുള്ളപ്പോ അവരുടെ അനിയത്തി വരേണ്ട ആവശ്യമില്ലല്ലോ സർ. അങ്ങനെയുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യാൻ പറ്റില്ല സാർ. എന്തെന്നാൽ ഈ പ്രോപ്പർട്ടിയുടെ കാര്യത്തില് ഇന്നവർ പറയുന്നതാവില്ല നാളെ. രണ്ടാമത്തെ മകളും തീർച്ചയായും വരണം. പിന്നെ നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. നാളെ രണ്ടുപേരും ഒന്ന് ഒപ്പിട്ട് തന്നില്ലെങ്കിൽ പിന്നെ ആ പ്രോപ്പർട്ടിയെ കുറിച്ച് മറക്കുന്നതായിരിക്കും നല്ലത്. ശരി, രണ്ടുപേരെയും ഞാൻ കൊണ്ടുവരാം സർ. സാർ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നോക്കിക്കോളൂ. ഞാൻ സുജാത ചേച്ചിയെയും അവരുടെ അനിയത്തിയെയും കൊണ്ടുവന്നോളാം. സുജാതയുടെ അനിയത്തിയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരം അറിയോ? അറിയാം സർ. അവളിവിടെ സിറ്റിയിൽ തന്നെയുണ്ട്. ഞാൻ നാളെ രണ്ടാളെയും കൂട്ടിക്കൊണ്ടുവരാം. സുജാതയുടെ അനിയത്തിയെക്കുറിച്ച് ശ്രീകറിന് അറിയോ? ഇതൊക്കെ സത്യമായിരിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിം ആയിരിക്കോ? ആ കുട്ടിയുടെ പേര് പോലും നിന്റെ പാരന്റ്സിന് അറിയില്ലെന്ന് പറഞ്ഞു. അവളുടെ പേരെന്താന്ന് നിങ്ങളെങ്കിലും പറ. അവളുടെ പേര് പറ വേഗം പറ. പറയൂ സാർ. ഒന്നും തോന്നരുത്. അവളുടെ പേരും വിവരങ്ങളും ഞാൻ നാളെ പറയാം സർ. എന്താന്ന് വെച്ചാ അവളുടെ വിവരങ്ങള് അറിയാതെങ്ങനും പുറത്തറിഞ്ഞാ അത് അവളുടെ ലൈഫിന് പ്രശ്നമാ. ഓ, ഇറ്റ്സ് ഓക്കേ. ഇപ്പൊ തന്നെ പറഞ്ഞൂടെ? ആ പേരും കൊണ്ട് വീട്ടിലേക്ക് പോയി നല്ലൊരു കളി കളിക്കായിരുന്നു. എല്ലാവരും എന്നെ അംഗീകരിക്കുമായിരുന്നു. ഓക്കെ സർ. കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ടാ ഇത്രയും ദിവസം ലേറ്റ് ആയത്. നാളെ എന്തായാലും അവരെ രണ്ടുപേരെയും ഞാൻ കൊണ്ടുവന്ന് ഒപ്പിട്ട് തന്നോളാം സർ. ഈ കാര്യം തൽക്കാലം സർ എൻ്റെ പാരൻസിനോടും പറയണ്ട. കുറച്ച് കഴിഞ്ഞ് ഞാൻ തന്നെ എല്ലാവരോടും പറഞ്ഞോളാം. ശരി ശ്രീകർ സാർ. നാളെ ക്ലയൻസ് കുറച്ച് കൂടുതലായിരിക്കും. ഫസ്റ്റ് അവറിൽ തന്നെ വന്നോളൂ. ഓക്കെ സർ. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് ഓക്കെ.
അയ്യോ ശ്രീകർ, നീ വളരെ നല്ല കുട്ടിയായിരിക്കുമെന്നാ അമ്മ അച്ഛനും ഒക്കെ വിചാരിച്ചേക്കുന്നെ. നിന്റെ അടുത്ത് ഇത്രയും വലിയൊരു രഹസ്യമുണ്ടോ? നിനക്ക് സുജാതയുടെ അനിയത്തി ആരാണെന്ന് അറിയാവോ? എന്നാൽ അത് ആരാണെന്ന് ഞാൻ എന്തായാലും കണ്ടെത്തും. നിന്നെ പെടുത്തുകയും ചെയ്യും. ആവനിയുടെയും വികാസിന്റെയും കല്യാണം നടക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. നിങ്ങൾ വിഷമിക്കരുത്. ഞാൻ ലോയർ സാറിനെ കണ്ടിട്ട് വരിക. ലോയർ സാറിനെയോ? അതെ, അമ്മയും അച്ഛനും നിങ്ങൾക്ക് അർഹതപ്പെട്ട സ്വത്തിനെ പറ്റി അന്ന് നമ്മളോട് പറഞ്ഞിരുന്നില്ലേ? ആ ലോയറിനെ കണ്ടാ വന്നത്. അദ്ദേഹത്തെ കണ്ടത് എന്തിനാ? നിങ്ങളുടെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഏതെങ്കിലും വിധത്തില് എന്നെ കൊണ്ട് പറ്റുന്നത് എനിക്ക് ചെയ്യണം തോന്നി. അദ്ദേഹത്തോട് വിശദമായിട്ട് സംസാരിച്ചു. താനും സുജാത ചേച്ചിയും കൂടെ എൻ്റെ കൂടെ വന്ന് ഡോക്യുമെന്റ്സിൽ സൈൻ ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാ ഞാൻ ആരാണെന്ന് അച്ഛനും അമ്മയൊക്കെ അറിയൂന്ന് പറഞ്ഞിട്ടല്ലേ ചേച്ചി കോടികൾ വിലമതിക്കുന്ന ആ ആസ്തി വരെ വേണ്ടെന്ന് പറയുന്നത്? ഒരു ബുദ്ധിമുട്ടും വരാതെ ഞാൻ നോക്കിക്കോളാം. താൻ ആദ്യം ഞാൻ പറയുന്നത് കേക്ക്. താൻ വെറുതെ ടെൻഷൻ ആവില്ലേ? ശ്രീകർ, ഭക്ഷണം കഴിക്കാൻ വാ. നമുക്ക് ഡിന്നർ കഴിക്കാം, വാ. ഭാര്യയാവാൻ പോകുന്ന ആളിവിടെ കാത്തിരിക്കുമ്പോ നിങ്ങൾ ഈ ആവനീന്റെ കൂടെ വരുന്നത് എന്താ ഏട്ടാ? ആ കാര്യം നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞാലും അവന് മനസ്സിലാവുകയില്ലല്ലോ. കേൾവിയില്ലാത്തവർക്ക് ഇളയരാജയുടെ സംഗീതം ഇട്ട് കൊടുത്താലും ഒരു കാര്യമില്ലെന്ന് പറയുന്ന പോലെ ഈ ശ്രീകർ ഏകദേശം അതുപോലാ. ഭക്ഷണത്തിന് മുമ്പിൽ വെച്ചൊരു സംസാരം എന്തിനാ? ശ്രീകരേട്ടാ, ഒന്ന് ഇവിടെ വന്നിരുന്നേ. അവനി, ഇന്ന് ഞങ്ങള് സുജാതയെ കണ്ടിരുന്നു മോളെ. സ്വത്തിന്റെ കാര്യത്തില് ഡോക്യുമെന്റ്സിലൊക്കെ ഒന്ന് ഒപ്പിടാൻ പറഞ്ഞപ്പോ ആ സ്വത്ത് വേണ്ടെന്നും അനിയത്തെക്കുറിച്ച് പറയില്ലെന്നും അവള് കടുപ്പിച്ച് തന്നെ പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഒന്നുകൂടി പോയി സംസാരിച്ചു വന്നാൽ നന്നാവും തോന്നുന്നു. സുജാത ചേച്ചി വേണ്ടാന്ന് പറഞ്ഞാ പിന്നെ നമ്മൾ എന്തിനാ അച്ഛൻ വാശി പിടിക്കുന്നേ? അവരുടെ അനിയത്തിയെ പറ്റി പറയാൻ സുജാത ചേച്ചിക്ക് ഇഷ്ടമല്ല എന്ന് ഇപ്പൊ വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? പിന്നെ എന്തിനാ അവരെ ഇനി ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവർ ചോദിച്ചോളും. അപ്പ അനിയത്തിയെ പറ്റി പറഞ്ഞോളുന്നേ. അത്രയും കാലം ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വിടുന്നതാ നല്ലത്. ഞാൻ സുജാത ചേച്ചിയെയും അവരെ അനിയത്തിയെയും നാളെ കൂട്ടിക്കൊണ്ടുവരാം. ഓഹോഹോ, എത്ര കൃത്യമായിട്ടാ നീ പറയുന്നേ. ഞാൻ അവിടെ വെച്ച് കണ്ടതും ഇവിടെ വെച്ച് കാണുന്നതും തമ്മി യാതൊരു ബന്ധവുമില്ല. ശ്രീകരേട്ടൻ പറഞ്ഞതുപോലെ ഒരുപാട് ആവശ്യങ്ങളുള്ള അവര് തന്നെ ഇത് വേണ്ടെന്ന് പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? അനിയത്തെക്കുറിച്ച് പറയാൻ മടിച്ച് അത്ര സ്വത്ത് അവര് വേണ്ടെന്ന് വയ്ക്കുന്നുണ്ടെങ്കിൽ ശരിക്കും അത്ഭുതം തോന്നുന്നുണ്ട്. എന്തെങ്കിലും ശക്തമായ കാരണമില്ലെങ്കിൽ സുജാത അങ്ങനെ ചെയ്യുന്നത് എന്തിനാ? നമ്മുടെ എന്തോ വലിയൊരു കാര്യം മറച്ചു വെക്കുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കും അത് അർഹിക്കുന്ന സമയത്ത് തന്നെ കിട്ടും. ഇനി ഈ വിഷയം മാറ്റിവെച്ച് എല്ലാവരും ഭക്ഷണം കഴിക്കും. നീ നന്നായി മാനേജ് ചെയ്തു ശ്രീകർ. ശ്രീകർ, എന്താ ഏട്ടത്തി? സുജാതയ്ക്ക് ഇത് കൊടുക്കുന്ന കാര്യത്തില് നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ലേ? അവരുടെ അനിയത്തി ആരാന്ന് അറിയില്ലെങ്കിൽ ഈ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യാനാ ഏട്ടത്തി? ഇവിടെ ഞെട്ടാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? ഇതാ വെള്ളം കുടിക്കേ.
ആരോ ഓർക്കുന്നുണ്ടല്ലോ ചേച്ചി. എന്നെ കുറിച്ച് ആരും ഓർത്തിട്ട് നെറുകി കയറിയതൊന്നും അല്ല നിഹാരികെ. പിന്നെ വേറൊരു കാരണമുണ്ട്. എന്താ അത്? ഒന്നുമില്ല. ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് ഞാനൊരു ഫ്ലോയിൽ പറഞ്ഞതാ. ഒന്നുമില്ലാതെ നീ അങ്ങനെ പറയില്ലല്ലോ. ഞങ്ങളുടെ അടുത്ത് പറയാൻ പാടില്ലേ? നിങ്ങളോട് പറയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ ചേച്ചി? ചേച്ചി പറയേണ്ട സമയത്ത് കാര്യങ്ങൾ പറഞ്ഞോളൂ. ആ അതെ. എന്താ അവനീ സൈലന്റ് ആയി പോയത്? എന്തെങ്കിലും ഒന്ന് എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നല്ലേ? വിവരമുള്ള എല്ലാവരും സംസാരിച്ചോണ്ടിരിക്കല്ലേ, അതിൽ ഞാനിപ്പോ എന്തു പറയാ? സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാനും സമ്മതിക്കില്ലേ? ശ്രീകരേട്ടാ, അവൾ എഴുന്നേറ്റ് പോയത് കൊണ്ടാ ചേട്ടനും ഇപ്പൊ എഴുന്നേറ്റ് പോയത്. അവരുടെ കാര്യം നോക്കണ്ട, നമുക്ക് തൽക്കാലം ഇത് കഴിക്കാം. ആ ഏട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയ്. ശ്രീകർ ലോയറിനെ കണ്ട് നാളെ സുജാതയെയോ അവളുടെ അനിയത്തെയും നേരിൽ കൊണ്ടുവരുമെന്ന് പറയുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഒന്ന് പോയേ. നിനക്കൊരു ഐഡന്റിറ്റി കിട്ടാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഗോഡ് പ്രോമിസ് ഏട്ടാ. ആണോ? ആരാ അനിയത്തി? ലോയറിന്റെ അടുത്ത് പേര് മാത്രം പറഞ്ഞില്ല. എന്തോ എനിക്ക് വിശ്വാസം വരുന്നില്ല. നിങ്ങളാണ് സത്യം. നീ എന്താ എന്നെ കൊല്ലാൻ നോക്കാണോ? നിങ്ങളും എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ എങ്ങനാ? ആ ശരി, ഞാൻ വിശ്വസിച്ചു. നോക്ക്, നാളെ ഇത് നടന്നില്ലെങ്കിലോ, ഈ പറഞ്ഞത് കളവാണെങ്കിലോ, ജീവിതത്തിൽ നീ പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല. ശരി, നാളെ എന്നാ എന്റെ കൂടെ ലോയറിന്റെ ഓഫീസിലേക്ക് വാ. അവിടെ ചെന്ന സുജാതയുടെ അനിയത്തി ആരാണെന്ന് അറിയാമല്ലോ. തെളിവുകളോടുകൂടെ ഇവിടെ എല്ലാവരോടും വന്ന് പറയുകയും ചെയ്യാം. ഹലോ ആവനി, ഭക്ഷണം കഴിച്ചോ ചേച്ചി? കഴിച്ചു. സൗമ്യ ഇവിടെ എന്ത് ചെയ്യാ? ഇന്ന് അവള് കുറച്ച് നേരത്തെ കഴിച്ചിട്ട് ഉറങ്ങാനായിട്ട് കിടന്നു. അല്ല, പതിവില്ലാതെ എന്താ ഈ സമയത്തൊരു വിളി? ഇന്ന് രാവിലെ ശ്രീകരേട്ടൻ ലോയറിനെ പോയി കണ്ട് നമുക്ക് ലഭിക്കേണ്ട ആസ്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു ചേച്ചി. നാളെ നമ്മളെ രണ്ടുപേരെയും ലോയറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി അതിൽ ഒപ്പിടിയിക്കണമെന്നാ പറയുന്നത്. അതെങ്ങനെയാ ശരിയാവുന്നേ? നിന്നെക്കുറിച്ചുള്ള സത്യങ്ങൾ എല്ലാവരും അറിയുമെന്ന് പേടിച്ചിട്ടല്ലേ അത്രയും വിലപിടിപ്പുള്ള നമുക്ക് കിട്ടാനുള്ള സ്വത്തുക്കൾ വേണ്ടാന്ന് വെച്ചത്? അച്ഛനും അമ്മയൊന്നും കാര്യങ്ങൾ അറിയാതെ ശ്രീകരേട്ടൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. അതെങ്ങനെ ശരിയാവോ അവനി? ലോയർ വഴിയെങ്കിലും അമ്മ ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയില്ലേ? ലോയർ സാർ ഇതൊന്നും അച്ഛനോട് പറയാതെ ശ്രീകരേട്ടൻ നോക്കിക്കോളും ചേച്ചി. വെറുതെ പൊട്ടത്തരങ്ങളൊക്കെ പറയാതെ. സുജാതയുടെ അനിയത്തിയുടെ പേര് ആമനി എന്നാണെന്നെങ്ങാനും അവരറിഞ്ഞാലുണ്ടല്ലോ, ഇതുപോലും ആലോചിക്കില്ലേ നീ? എല്ലാം ആലോചിച്ചു. ആദ്യം എനിക്കും പേടിയാ തോന്നിയത്. പിന്നെ ഞാനൊന്ന് ആലോചിച്ചപ്പോ കുറച്ച് ധൈര്യം തോന്നി എനിക്ക്. എനിക്കങ്ങനെ ധൈര്യം തോന്നാനുള്ള കാരണം എന്താണെന്ന് അറിയോ? ആ ആസ്തി കാരണം നിങ്ങൾക്ക് സൗമ്യക്കും നല്ലത് സംഭവിക്കുന്നുള്ളതാ. എനിക്ക് നല്ലതൊന്നും സംഭവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ എന്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലുമൊക്കെ വളർത്തി വലുതാക്കിക്കോളാം. നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ സമ്പാദ്യം നമ്മൾ വേണ്ടെന്ന് വെക്കേണ്ട ആവശ്യമില്ല ചേച്ചി. എന്റെ പേര് പുറത്ത് ഒരാളും അറിയാതെ ഞങ്ങളെല്ലാം നോക്കിക്കോളാം. നിങ്ങൾ നാളെ അങ്ങോട്ട് വരാൻ റെഡിയായി നിന്നു. ലോയർ സാറിന്റെ അഡ്രസ്സ് ഞാൻ നാളെ രാവിലെ പറയാം. നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി. നീ എന്തൊക്കെ പറഞ്ഞിട്ടും എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട്. പേടിക്കണ്ട ചേച്ചി. അവനി, ആ ഫോണ് താ. ചേച്ചി, ശ്രീകരേട്ടൻ എന്തോ പറയാനുണ്ടെന്ന്. ഞാൻ ഫോൺ കൊടുക്കാം. നോക്ക് ചേച്ചി, അവനെ കുറിച്ച് നാളെ ലോയർ സാറിന്റെ അടുത്തല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും എന്നെങ്കിലും ഇതൊക്കെ എല്ലാവരും അറിയുന്ന കാര്യമാ. അങ്ങനെ ഒരു ദിവസം വരുമെന്ന് കരുതി നമ്മൾ ആദ്യം തൊട്ടേ പ്രിപ്പയർ അല്ലേ ചേച്ചി? അതങ്ങനെ സംഭവിക്കുമ്പോൾ നോക്കാം. നാളെ പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ചേച്ചി. ഇതില് ഒന്നും കൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ഞാൻ ലോയർ സാറിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാളെ പറയാം. ചേച്ചി ധൈര്യമായിട്ടിരിക്കെ. തലയിൽ വീഴുന്ന എല്ലാ അടിയും സഹിക്കാൻ വേണ്ടി ഞങ്ങൾ വെറും കരിമ്പാറയൊന്നും അല്ല, ശില്പങ്ങളായിട്ട് മാറുമെന്നും വിചാരിക്കരുത്. എല്ലാ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുട്ടിക്കാലം മുതലേ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാ. എന്നിട്ടും ഇതുവരെ ഒരു കരയിലും എത്തിയിട്ടില്ല.
കിടന്നുറങ്ങാനായിട്ട് സ്വന്തമായിട്ട് ഒരു കൂര പോലും ആയിട്ടില്ല. തൽക്കാലം ഒരു വിധത്തിൽ ജീവിച്ചു പോകുന്നുണ്ട്. നാളെ അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചാ വറചട്ടിയിൽ നിന്ന് എരി തീയിലേക്കായിരിക്കും വീഴുന്നത്. അതാ എന്റെ പേടി മുഴുവനും. നാളത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായി കഴിഞ്ഞ ചേച്ചി ഒരുപടി മുകളിലേക്ക് ഉയര്, താഴത്തേക്കല്ല. ഓ, ഒന്നുകൊണ്ട് പേടിക്കണ്ട. നാളെ ലോയറിന്റെ ഓഫീസിൽ വരണം, കേട്ടല്ലോ? ശരി, നീ ഇത്ര ധൈര്യത്തോടെ പറയുന്നത് കൊണ്ടാ ഞാൻ വരാന്ന് പോലും സമ്മതിച്ചത്. എന്നാ ശരി ചേച്ചി. പാവം, നല്ല പേടിയുണ്ട് ചേച്ചിക്ക്. ചേച്ചിക്ക് ഞാൻ വെറുതെ ധൈര്യം കൊടുത്തേ ഉള്ളൂ. എന്റെ മനസ്സിലും നല്ല പേടിയുണ്ടേട്ടാ. ആവനെ, എല്ലാം ഞാൻ നോക്കിക്കോളാം. ഓക്കെ അല്ലേ? ഗുഡ് നൈറ്റ്. ലോയർ സാറ് നമ്മളോട് പെട്ടെന്ന് വരാൻ പറഞ്ഞിരിക്കുക. എനിക്ക് തോന്നുന്നതേ നമ്മുടെ ചിലപ്പോ ഒന്നാമത്തെ അപ്പോയിന്റ്മെന്റ് ആവും. അല്ല അവനി, ചേച്ചി പുറപ്പെട്ടോ? ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ മേലാർക്കും ഒരു സംശയം തോന്നില്ലല്ലോ? നൈറ്റ് ഭക്ഷണം കഴിച്ചപ്പോ എല്ലാവരും പലതരത്തിലുള്ള ഡൗട്ട്സ് അല്ലേ പറഞ്ഞത്. എന്നിട്ട് പോലും ഒരാൾക്കും സംശയം തോന്നാത്ത രീതിയിൽ നമ്മൾ മാനേജ് ചെയ്തില്ലേ. ഇനി താൻ ഒന്നുകൊണ്ടും പേടിക്കാതെ കൂളായിട്ടിരിക്കും. തനിക്ക് സുജാത ചേച്ചിക്കും യാതൊരു ബുദ്ധിമുട്ടും വരാതെ ഞാൻ നോക്കിക്കോളാം. ഞാൻ എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ എന്റെ വാക്കിനെ മറികടന്നിട്ടാ അവരിതൊക്കെ ചെയ്യാൻ പോകുന്നത്. അവിടെ എന്താണോ സംഭവിക്കാൻ പോകുന്നത്? പെൺകുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛനമ്മമാരെ നഷ്ടപ്പെടുക എന്നൊക്കെ പറയുന്നത് ശരിക്കും അവർക്ക് ലഭിക്കുന്ന ഒരു ശാപമാണ് ഏട്ടാ. എന്നെ പോലുള്ള, എന്റെ ചേച്ചി പോലുള്ള ഹതഭാഗ്യര് ഈ ലോകത്ത് ഒരുപാട് പേരുണ്ടാവും ഏട്ടാ. ഞാൻ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, കുട്ടികളെ അനാഥരാക്കരുത് ദൈവമേ എന്ന്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനമ്മമാരുണ്ടായിരുന്നെങ്കിൽ ഇത്ര പ്രയാസപ്പെടണ്ടായിരുന്നു, ഇത്ര വിഷമങ്ങൾ ഉണ്ടാവുമായിരുന്നു. നമുക്ക് എപ്പോ എന്ത് സംഭവിക്കുമെന്ന് കരുതി ഇങ്ങനെ ജീവിക്കുന്ന ദിവസങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം. ഒരേ സർവേ നമ്പറിൽ മൾട്ടിപ്പിൾ രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾ കളക്ട് ചെയ്താൽ ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തതെന്ന് അറിയാൻ പറ്റും. നീ സാധാരണക്കാരിയല്ല ലാവണ്യ. നിനക്ക് ശരിക്കും നല്ല ബുദ്ധിയാ. ശ്രീകറാണെങ്കിലും സുജാതയാണെങ്കിലും അറിയുന്ന ആരാണെങ്കിലും നമ്മളെ കണ്ടാ തിരിച്ചറിയാതിരിക്കാൻ ഇതാ ഈ വേഷം മാറുന്ന കോൺസെപ്റ്റിൽ നീ വർക്കൗട്ട് ചെയ്തില്ലേ? ശ്രീകർ ഇപ്പൊ അവിടുന്ന് പുറപ്പെട്ട് കാണും. അവരെ രണ്ടുപേരെയും കൊണ്ട് വരുന്നുണ്ടാവും. ഇത്രയും കാലം ഒളിവിൽ കഴിഞ്ഞ അനിയത്തി ആരാണെന്ന് ഇന്ന് നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. നമ്മുടെ ശ്രീകർ നമ്മുടെ അടുത്ത് ഇത്രയും വലിയൊരു രഹസ്യം മറച്ചു വെച്ചത് എനിക്കാണെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കണ്ണടച്ച് വിശ്വസിക്കുന്നിടത്തെ വഞ്ചന കാണുമെന്നല്ലേ, അതുകൊണ്ടാ നമ്മുടെ അച്ഛനെയും അമ്മയെയും മുഴുവൻ കുടുംബത്തെയും അവൻ ചതിച്ചത്. ആ ചതിയെക്കുറിച്ച് ഇന്ന് എല്ലാവരും തിരിച്ചറിയണം. സുജാതയുടെ അനിയത്തി ആരാണെന്ന് അറിഞ്ഞതിനു ശേഷം നമുക്ക് നേരെ അമ്മയുടെ അടുത്തേക്ക് പോയി ഈ ബോംബ് അങ്ങ് പൊട്ടിക്കാം. ആവനി, എല്ലാം ഞാൻ നോക്കിക്കോളാം. ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ എനിക്ക് ധൈര്യം തരുന്നുണ്ടെങ്കിലും
ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് എന്തോ പേടി തോന്നുന്നുണ്ട്. എന്തോ പുറത്തന്നെ കാണുമ്പോ ഞാൻ ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടാവും. ഡോണ്ട് വറി, എല്ലാം ശരിയാവും. ഭഗവാനെ, എല്ലാ ഭാരങ്ങളും നിന്നെ ഏൽപ്പിച്ചിറങ്ങിയതാ. എല്ലാം നീ നന്നായി നടത്തി തരണേ ഭഗവാനെ. എന്താണെന്നോ, എന്റെ അനിയത്തി ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് നാളുകളായി ലാവണ്യയും നിഹാരികയും എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. ആവനി എന്റെ അനിയത്തിയാണെന്നെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ ആവനിയുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഈ വേഷത്തിൽ പിടിക്കപ്പെടരുത്. സൂക്ഷിച്ച് മെയിൻറ്റെയിൻ ചെയ്യണം. എവിടെയും മിസ്ഫെയർ ആകാതെ നോയിക്കോളാം. നമുക്ക് അകത്തോട്ട് പോവാം. വാ. അകത്തേക്ക് എന്തിനാ? പുറത്ത് നിൽക്കാം. അവർ വന്ന ഉടനെ സുജാതയുടെ അനിയത്തെ കണ്ടിട്ട് തിരിച്ചു പോകാം. അവര് നമ്മളെക്കാൾ മുമ്പ് വന്ന് അകത്തുണ്ടെങ്കിലോ? ആർക്കറിയാം? അതും സത്യവാ. നിങ്ങളൊന്നും മിണ്ടാതെ ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാ മതി. ശരി ശരി. അകത്ത് നമ്മുടെ ബോഡി ലാംഗ്വേജ് വരെ മാറണം. നിങ്ങളിത് ഡയറക്റ്റ് ചെയ്താല് ആക്ടിങ് നമ്മൾ നോയിക്കോളാന്ന്. അയി പോരെ? അത് മതി കാക്ക. നിങ്ങൾ നടക്കി. പറഞ്ഞോളൂ. ബക്കീലിനെ ഒന്ന് കാണണം. എന്താ കാര്യം? എന്റെ കെട്ടിയോൻ എപ്പോഴും ഓരോന്ന് പറഞ്ഞ് നമ്മളെ മക്കാറാക്കും. ഇയാളെ ഞമ്മക്ക് വേണ്ട. അതുകൊണ്ട് തലാഖിനെ കുറിച്ച് സംസാരിക്കാനാ ഞമ്മള് വന്നത്. എന്താ പേര്? രാധാകൃഷ്ണൻ. രാധാകൃഷ്ണനോ? അല്ലോ അല്ല, അത് ഇക്കാക്ക ഒരു തമാശ പറഞ്ഞതാ. കാക്കാന്റെ പേര് ഇല്യാസ്, ഞമ്മന്റെ പേര് മുന്താസ് ബീഗം. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യട്ടോ, ഞാൻ സാറിനോട് പറഞ്ഞിട്ട് വരാം. ആയിക്കോട്ടെ.